ഞങ്ങൾക്ക് ഏതായാലും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം ഹിന്ദു ഏകതാ ജ്വരമൊന്നും വരെയുമില്ല. ഞങ്ങൾ ഹിന്ദുക്കളുടെ തന്ത ചമയാനുള്ള ശ്രമവും നടത്തിയിട്ടില്ല. എത്ര ഹിന്ദു സംഘടനകൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കുന്നുണ്ട്? എത്ര സംഘടനകൾ നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്നുണ്ട്? അന്നന്നത്തെ അന്നത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ആർക്ക് ഇതിനൊക്കെ സമയം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചോദ്യം. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയേ തീരൂ. ഹിന്ദുക്കളുടെ മുന്നില് സമയമില്ല, പ്രത്യേകിച്ച് കേരളത്തില്. നമസ്കാരം. ഇന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോകൾ ചെയ്യാൻ ആർക്കും സാധിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ പിന്തിരിപ്പന്മാര് രംഗത്ത് വന്നിട്ടുണ്ട്. അതില് ഹിന്ദു നാമധാരികളുമുണ്ട്, ഹിന്ദു നാമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിലസുന്ന ചില ഹിന്ദുക്കളല്ലാത്ത ഭീരുക്കളുമുണ്ട്. ഏതായാലും ഒരൊറ്റ കാര്യം ഞങ്ങൾ പറയാം. ഞങ്ങൾക്ക് ഏതായാലും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം ഹിന്ദു ഏകതാ ജ്വരമൊന്നും വരെയുമില്ല. ഞങ്ങൾ ഹിന്ദുക്കളുടെ തന്ത ചമയാനുള്ള ശ്രമവും നടത്തിയിട്ടില്ല. ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നു. പക്ഷേ നമ്മളുടെ വിഷയം ഇതൊന്നും അല്ലാട്ടോ, ആത്മീയതയും ഭൗതികതയും തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ വഴി, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് അവസാനം വരെ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർബന്ധമായിട്ടും അറിയിക്കണം. ഇതൊരു അഭ്യർത്ഥനയാണ്. അപ്പോ ഇതിൽ ആദ്യം പറയേണ്ടത്, ഈ യഥാർത്ഥ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ തിരിച്ചറിയൽ മാത്രമല്ല, സമാധാനവും ഒപ്പം മറ്റുള്ളവരോടും പ്രകൃതിയോടും അനുകമ്പ കാണിക്കൽ കൂടിയാണ്. അവിടെ പരസ്പര സഹായം എന്ന ആശയത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ചോദ്യങ്ങൾ. ഇത്രയും ഹിന്ദു സംഘടനകൾ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിട്ട് അതിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ചിലതിനെ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എത്ര പേര് അല്ലെങ്കിൽ എത്ര സംഘടനകൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കുന്നുണ്ട്? എത്ര സംഘടനകൾ നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്നുണ്ട്? ഉണ്ടാവില്ല, ഉറപ്പാണ്. ചിലർക്ക് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചില ഹിന്ദു ഏകതാ ജ്വരമൊക്കെ പിടിക്കും. വേറെ ചില സംഘടനകൾ ഇവിടുന്ന് പിരിവ് നടത്തി അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കും. എന്നിട്ട് കുറെ ഫോട്ടോ എടുക്കും, സോഷ്യൽ മീഡിയയിൽ ഇടും. അപ്പോ ഒന്നുകിൽ പിരിവ്, അല്ലെങ്കിൽ രാഷ്ട്രീയം, അതുമല്ലെങ്കിൽ സാമുദായികം, അല്ലെങ്കിൽ ഒരു സാധാരണ പ്രാദേശിക സംഘടന. അല്ലാതെ ജാതി വർഗ വർണ്ണ ഭേദമന്യേ വിശ്വാസികളെ ഒന്നിപ്പിക്കുക, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുക, അധ്വാനിക്കാൻ താല്പര്യമുണ്ടായിട്ടും അതിനുള്ള അവസരങ്ങൾ ലഭിക്കാതെ കഷ്ടപ്പെടുന്ന ഹിന്ദു സഹോദരങ്ങളെ കിറ്റ് മാത്രം കൊടുത്ത് നശിപ്പിക്കാതെ നിരന്തരമായിട്ട് വരുമാനമുണ്ടാക്കാനുള്ള വഴി തുറന്നു കൊടുക്കുക, ഒപ്പം ആത്മീയതയെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏറ്റവും കുറഞ്ഞത് കേരളം ഒട്ടാകെയെങ്കിലും പ്രവർത്തിക്കുന്ന എത്ര ഹിന്ദു സംഘടനകൾ കേരളത്തിലുണ്ട്? അതും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ഒരു ശ്രമം ആരെങ്കിലും നടത്തിയാൽ അതിനെ വളർന്നു വരാൻ ചിലർ സമ്മതിക്കില്ല. പക്ഷേ അത്തരത്തിലൊരു കൂട്ടായ്മയ്ക്കും ഹൈന്ദവ ഏകീകരണത്തിനും അങ്ങനെ ഹൈന്ദവരുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നതിക്കും വേണ്ടിയാണ് സമത്വഭാരതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അഭിപ്രായം വരും. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ആർക്ക് ഇതിനൊക്കെ സമയം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒരു ചോദ്യം. അവിടെയാണ് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തേണ്ടത്. അവിടെയാണ് ആത്മീയതയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഹൈന്ദവ ജീവിത രീതി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാല് വരുമാനം താനെ കൂടും. ഒപ്പം സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സമയം കിട്ടും. സ്വന്തം വീട്ടുകാർക്കൊപ്പം ചിലവഴിക്കാനും സമയം കിട്ടും. ക്ഷേത്രത്തിൽ പോകാനും സമയം കിട്ടും. സ്വസ്ഥമായിട്ട് ഉറങ്ങാനും പറ്റും. നിങ്ങളുടെ പരിസരത്തിലുള്ള വീട്ടുകാരെ നോക്കി മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും നമുക്കും പങ്കുചേരാൻ സാധിക്കും. അതുപോലെ തിരിച്ച് അവർ നമ്മളോടും സഹകരിക്കും. ഇനി ഇതിനൊക്കെ നേതൃത്വം വഹിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? അതും പ്രാദേശികമായിട്ട്, അതായത് വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും താലൂക്ക് തലത്തിലും ഒക്കെ. എന്തിനാ? നിങ്ങളുടെ ഒക്കെ വീടുകളിൽ ആരെങ്കിലും അസുഖം ബാധിച്ച് കിടക്കുന്നുണ്ടോ? ജോലി ആവശ്യമുള്ളവരുണ്ടോ? എന്തെങ്കിലും ജോലി അല്ലാതെ സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവരുണ്ടോ? അങ്ങനെ ബന്ധുവിനെ പോലെ വന്ന് അന്വേഷിച്ച് അതിന് സാധിക്കുന്ന പരിഹാരങ്ങൾ കണ്ടെത്തി തരാൻ, ഒപ്പം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പ്രാദേശികമായിട്ട് ഒത്തുകൂടാനുള്ള ആ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനൊക്കെ ഒരാൾ വേണ്ടേ? കാരണം ഇത്തരം പ്രവർത്തനം കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന് മുഴുവൻ സമയ പ്രവർത്തകർ തന്നെ വേണം. കാരണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയേ തീരൂ. ഹിന്ദുക്കളുടെ മുന്നില് സമയമില്ല, പ്രത്യേകിച്ച് കേരളത്തില്. അതിനായിട്ട് സമത്വഭാരതി എപ്പോഴെങ്കിലും വെറുതെ പണം ചോദിച്ചിട്ടുണ്ടോ നിങ്ങളോട്? അതായത് ഡൊണേഷനായിട്ട് ഇല്ലല്ലോ. ഇനി കൃത്യമായിട്ടുള്ള വിഷയത്തിലേക്ക് വരാം. അതായത് മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മാസം 147 രൂപ കുറഞ്ഞത് ചെലവാക്കും ഇല്ലേ? അതായത് ദിവസം 5 രൂപ 25 പൈസ. ഇനി സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ ഒരൊറ്റ സിഗരറ്റിന് നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 6 രൂപ ചെലവാക്കും. പിന്നെ TV, കേബിള്, ഇന്റർനെറ്റ്, സിനിമ, അങ്ങനെ എത്രയെത്ര ക്യാഷ് ചെലവാക്കുന്നുണ്ട്. അതുപോലെ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, പകരം കുടുംബത്തിന് മൊത്തമായിട്ട് നിങ്ങൾക്ക് ഒരു 2 രൂപ 75 പൈസ ചെലവാക്കാൻ പറ്റുമോ?
എങ്കിൽ അതിന്റെ 3 ഇരട്ടിയോ അതിനേക്കാൾ കൂടുതലോ മൂല്യം നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ഉൽപ്പന്നങ്ങളായിട്ടോ സേവനങ്ങളായിട്ടോ എത്തുകയും ചെയ്യും. ഞങ്ങൾ ഈ പറഞ്ഞ ഹൈന്ദവ ഉന്നതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കുകയും ചെയ്യും. എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാം. വെറുതെ വേണ്ടെന്നേ, ഡൊണേഷൻ അല്ലല്ലോ ഞങ്ങൾ ചോദിച്ചത്. ഒരു മാസികയുടെ വരിക്കാരാകുക. ആ മാസിക എല്ലാ മാസവും എത്തിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടില് നിങ്ങളിൽ നിന്നുള്ള ഒരാൾ തന്നെ എത്തും. ആ മാസികയുടെ മൂല്യം എന്താണ് എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. പക്ഷേ ആ മാസിക തന്നെ യഥാർത്ഥത്തിൽ ഫ്രീ ആയിട്ട് മാറും. കാരണം അത് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 600 രൂപയുടെ ഉൽപ്പന്നങ്ങൾ കിട്ടും. പിന്നെ ആ കുടുംബത്തിന് ഗുണഭോക്തൃ കാർഡ് കിട്ടും. ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് അതിലൂടെ പല ഡിസ്കൗണ്ടുകളും പലയിടത്തു നിന്നും കിട്ടും. അപ്പോ നമുക്കൊന്ന് ശ്രമിച്ചാലോ? നമ്മളെ സഹായിക്കാൻ ധാരാളം ഹിന്ദു സഹോദരങ്ങൾ വിദേശത്തും ഇന്ത്യയിലുമുള്ളവർ തയ്യാറാണ്. പക്ഷേ പ്രാദേശികമായിട്ട് കൂട്ടായ്മകൾ ഉണ്ടാവണം. സമത്വ ഭാരതിക്ക് വാർഡ് തലത്തിൽ വരെ പ്രതിനിധികൾ വേണം. എന്നാലേ ഇതൊക്കെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റൂ. ഒരൊറ്റ സത്യം മനസ്സിലാക്കുക, നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയും നമ്മളെ സഹായിക്കില്ല. നമ്മൾ ഇന്ന് ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുക. അപ്പോ നന്ദി, നമസ്കാരം.